അഫ്ഗാനിസ്ഥാനിലേക്ക് പോയ പോലെ അല്ലേ സ്കോട്ട്ലൻഡിലേക്ക് വന്നപ്പോ പാരമ്പര്യം ആദ്യത്തെന്നൊക്കെ പറയുന്നത് പറച്ചിലല്ലത്, ഇത് കാഴ്ചയാണ്. ഇജെന്ത് ഈ പറയണത്? അപ്പൊ നമ്മളൊന്നും വെറൈറ്റി ചിക്കനാണ് ഉണ്ടാക്കണം. ഏത് രാജ്യം നമുക്ക് അറിയില്ലടാ. ഏതോ ആൾക്കാർ ഏതോ സ്ഥലങ്ങളില് ഈ പ്ലേറ്റ് അടക്കം കൊണ്ടുവന്ന് കുക്ക് ചെയ്യണടാ. ഇതൊരു നമുക്ക് കാണാൻ പറ്റുന്ന അത്ഭുതട്ടാ. ഇവിടെ വന്ന് നോക്കുമ്പേ നമുക്ക് തന്നെ തോന്നുന്നുണ്ട് ഒന്നിങ്ങനെ നടക്കണം. ഒരു ഗെറ്റപ്പ് വിസ്കി ഷോപ്പിൽ കയറാണ്ട് എന്തൊരു സ്കോട്ട്ലാൻഡ്. ഇന്നലെ ഈ രണ്ടര വിട്ടപ്പോൾ എന്റെ ചിരിയും കളിയും തന്നെ മതി ഹരാം. ഗുഡ് മോർണിംഗ് സ്കോട്ട്ലൻഡ്. അങ്ങനെ നമ്മുടെ സ്കോട്ട്ലൻഡ് ഡേ 2 നമ്മൾ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നുണ്ടാ. നല്ല രസമായിരുന്നു കേട്ടോ ഇന്നലെ അടിപൊളി. പല രാജ്യക്കാരും പല ദേശങ്ങളും എല്ലാവരും ഉണ്ട് അല്ലേ. പിന്നെ കുറെ ചൈനക്കാരുണ്ട്. ചൈനക്കാര്, കൊറിയക്കാര്. നമ്മുടെ അപ്പുറത്തൊരു കൊറിയൻ ചേച്ചി ഉണ്ടായിരുന്നു. നമ്മുടെ കാസിലാണ് കാണുന്നത്. നമ്മൾ എഡൻബർഗ് വന്ന അല്ലെങ്കിൽ സ്കോട്ട്ലൻഡ് വന്നാൽ മിസ്സാക്കാൻ പറ്റാത്ത ഈ കാസിന് നേരെ മുമ്പിലത്തെ ഹോസ്റ്റലിൽ നമ്മൾ നിന്നിട്ട് കാസിൽ റോക്ക് ഹോസ്റ്റൽ എന്നാണ് ഇതിന്റെ പേര്. അതുമല്ല കരിങ്കല്ലിന്റെ മുകളിൽ പെട്ടി പോയ ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചാൽ ഇതൊരു വോൾക്കാനിക് ഹില്ലാന്ന് പറയണത് അല്ലേ. ഞങ്ങൾ ഇന്നലെ കുക്ക് ചെയ്തപ്പോഴേ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ വണ്ണം കുറയ്ക്കൽ പരിപാടി. ഇന്നലെ അതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ പറയാൻ മറന്നു. അപ്പോൾ ഇന്നലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു സ്കോട്ട്ലാൻഡൊക്കെ വന്നല്ലേ, ചെറുതന്നെ കഴിക്കാന്നൊക്കെ പറഞ്ഞ് കഴിച്ച് ഭക്ഷണം കഴിച്ച് ഇന്നലെ പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയി. കുറേ നാൾക്ക് ശേഷം മദ്യപിച്ചുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. ഷിക്കയ്ക്ക് പിന്നെ ഹറാമായിരുന്നില്ല. പക്ഷെ ഞാൻ ഇന്നലെ ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് ഈ തണുപ്പത്ത് രാത്രി നടക്കാൻ ഇറങ്ങിയിട്ടാ. നടക്കാനിറങ്ങിയപ്പോൾ എന്നിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പെന്ന് പറഞ്ഞാണ്ടല്ലോ, ഹെവി തണുപ്പ്. പക്ഷെ ഞാൻ ഈ സെക്രട്ടറിയില്ല കോട്ടിടാൻ മറന്നു. ആ ഒരു തരിപ്പിൽ കയറി ഇറങ്ങിയതാ. അങ്ങനെ ഇക്കുള്ള കാരണം കൊണ്ട് നടന്നിട്ട് നമ്മളെ. പക്ഷെ പെട്ടെന്ന് ഇന്നലെ പെട്ടെന്ന് കിക്കായി. അപ്പൊ നിങ്ങൾ സ്കോട്ട്ലാൻഡ് വരണമെങ്കിൽ ഈ കാസിൽ റോക്ക് ഹോസ്റ്റലിലേക്ക് നിങ്ങൾ വന്നോട്ടെ, നിങ്ങൾക്ക് മുതലാവും. അത് ഫാമിലി ആയിട്ട് വരുമ്പോൾ റൂമുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ അല്ലെങ്കിൽ നിങ്ങൾ ബാച്ചിലേഴ്സൊക്കെ വരണമെങ്കിൽ 16 പൗണ്ടിനാണ് നമ്മളിവിടെ താമസിക്കുന്നത്. അൺലിമിറ്റഡ് കോഫി, ഇന്നലെ നിങ്ങൾ എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് അറിയാം. മിൽക്ക് ഫ്രീ, പിന്നെ ഗ്യാസ് ഫ്രീ. ഞങ്ങൾ ഇന്നലെ ചിക്കനൊക്കെ ഉണ്ടാക്കി, ടേബിൾ ഫ്രീ, എല്ലാം ഫ്രീ. പിന്നെ താമസം, നല്ല ബെഡും. 16 പൗണ്ട് മാത്രം ഫ്രീ അല്ല. 16 പൗണ്ട് ഫ്രീ അല്ല. പക്ഷെ അത് ചായ ഞങ്ങൾ 4 ചായ കുടിച്ചിട്ടുണ്ട്. ഫുഡ് വെക്കുമ്പോ എണ്ണ, പിന്നെ എന്തൊക്കെയാണ് അവിടുന്ന് എടുത്ത് എല്ലാം. അല്ല, അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് എണ്ണയൊക്കെ ഉപയോഗിക്കാം. എണ്ണയൊക്കെ മുമ്പ് വന്ന ആൾക്കാർ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് വേറെ ആൾ വെച്ച് തന്നുകൊണ്ടായിരിക്കാം നമ്മളത് ഉപയോഗിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബാക്കിയാണെങ്കിൽ അത് അവിടെ വെച്ച് പോകണം. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ് ശരിക്കും. ഇതൊക്കെ ഹോസ്റ്റൽ ലൈഫ് ഒന്ന് എക്സ്പീരിയൻസ് എല്ലാവരും ചെയ്യണം. അതാണ് ഇവിടെ യൂറോപ്പിലെ എക്സ്പെൻസ് കുറച്ച് യാത്ര ചെയ്യാൻ പറ്റിയൊരു ഒരു മാർഗം കൂടിയാണ് ശരിക്കും. മാത്രമല്ല ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലുണ്ടല്ലോ അല്ലേ, ബാംഗ്ലൂരൊക്കെ ഉണ്ട്, അടിപൊളി ഹോസ്റ്റൽസ് ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബ്രസീൽ, അർജന്റീന ഒക്കെ പോയപ്പോൾ അല്ലെങ്കിൽ ബൊളീവിയ ഒക്കെ പോയപ്പോൾ ഫുൾ ഹോസ്റ്റൽ ലൈഫായിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര ക്രൗഡായിരുന്നു. അതിന്റെ ഒരു വേറെ എനർജി ഉണ്ടായിരുന്നില്ല. അല്ല, ഈ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കാൻ എന്താ പറയുക, നമ്മൾ റേറ്റ് കുറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതൊരു എനർജിയാണ്. നമുക്ക് എത്രയോ രാജ്യങ്ങളിലെ ആൾക്കാരായിട്ട് ബന്ധപ്പെടാൻ, സംസാരിക്കാം. ഹോട്ടൽസ് എടുത്താൽ കിട്ടാത്ത എന്തൊക്കെ ഫെസിലിറ്റിയാണ് കിട്ടുന്നത്. ഫ്രീ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. എത്ര ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ, നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ പോയ മാതിരിയാ ഫീൽ ചെയ്യാം. അല്ലേ, ഇത് ഇവിടുത്തെ കത്തീഡ്രലാണ്. നമ്മൾ ഇന്നലെ ഇവിടെ പണി നടക്കണ അത് ഓപ്പൺ ആക്കിയിട്ടില്ല. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പണിയുടെ വേറെ പ്രത്യേകതകളോട് പറയട്ടെ. ഇതിന് മുമ്പുണ്ടല്ലോ ഈ 13-ാം നൂറ്റാണ്ടിലും 14-ാം നൂറ്റാണ്ടിലൊക്കെ കട്ട വിരിച്ചു, റോഡ് കല്ല് വെച്ചിട്ടാണല്ലോ വിരിക്കുക. ആ കട്ടയാണ് നമ്മൾ കാണുന്നത്, ആ കല്ലിന് നമ്മൾ കാണുന്നത്. അവരത് യൂസ് ചെയ്യണം. ഇവിടെ നോക്കിയാൽ ആ കട്ടനെ ഇവർ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട. സെയിം കട്ടനെ ഉപയോഗിച്ച് വീണ്ടും അത് റീവർക്ക് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ സിമെൻ്റൊക്കെ ഇട്ട് വീണ്ടും റീവർക്ക് ചെയ്യുക. ആ ഒരു പ്രൗഢി പഴമേനൊക്കെ ശരിക്കും അവർ തിരിച്ച് വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആ കല്ലിട്ടിട്ട് ഇവിടെ വീണ്ടും നിരത്തിക്കൊണ്ടിരിക്കുക. നല്ല കനമുള്ള മലയാള വാക്കുകൾ വേണം. പ്രൗഢി. നമ്മൾ തൃശ്ശൂർ ഭാഷയിൽ അങ്ങനത്തെ പ്രൗഢി വരണമെങ്കിൽ പണിയുണ്ട് കേട്ടോ. പ്രൗഢിയാവും. ഇന്ന് ശരിക്കും ഉണ്ടല്ലോ ഞങ്ങൾക്ക് എന്തുട്ടാ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞങ്ങളിങ്ങനെ ഇറങ്ങി നടക്കണു. നമ്മളിവിടുത്തെ വല്ല വെറൈറ്റി വിസ്കി ടേസ്റ്റിംഗ് ഉണ്ട്. എന്താണ് ഈ പറയണത്? ഓനെന്താ ഈ പറയണേ? അപ്പൊ എന്തായാലും നമ്മൾ ഇന്നലെ പോയ ഭാഗം ആ ഒരു സൈഡിൽ പോയി നമ്മൾ ഇന്ന് ഈ റൂട്ടിൽ നിന്ന് നടന്നു നോക്കാം അല്ലേ. സ്കോട്ട്ലാൻഡ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ 75% യുനെസ്കോ ബിൽഡിങ്ങുകളാണ്. അപ്പം അതിൻ്റെ ഒരു പ്രൗഢിയും ആ നിർമ്മിതിയും ആ ഒരു വാസ്തുവിദ്യ ഒക്കെ
അമേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും കണ്ടോളോ. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആ പ്രൗഢി കാണിക്കട്ടോ, അത് വേറെ കാര്യം. കാണിക്കാനൊന്നുമില്ല, എവിടെ എടുത്താലും അത് തന്നെയാണ് കാണാനുള്ളത്. അതെ അതെ, നമ്മക്ക് തന്നെ ഇവിടെ വന്ന് നോക്കുമ്പേ നമ്മക്ക് തന്നെ തോന്നുന്നുണ്ട് ഒന്നിങ്ങനെ നടക്കണം, ഒരു ഗെറ്റപ്പ്. നമ്മൾ ഏത് റൂട്ടിൽ പോവുകയാണെങ്കിലേ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേ ഇങ്ങനത്തെ സ്റ്റാച്യൂസ് അല്ലേ, എവിടെ പോയാലും ഒരു 10 മിനിറ്റ് നട 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വെറൈറ്റി സ്റ്റാച്യൂസ് നമുക്ക് കാണാം കേട്ടോ. ഈ സ്റ്റാച്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നോക്കി നിങ്ങൾ ഹ്യൂമ് ഇതിനൊക്കെ നിർമ്മിതി നോക്കിയാൽ ഇതൊക്കെ ആൾക്കാർ തൊട്ടിട്ട് റേഞ്ച് ആക്കിയിട്ടാണ്. അത് കണ്ടോ ചേട്ടൻ, അതല്ലേ ഇത് ലോകത്തുണ്ടാക്കി വെച്ചതാ 300-400 വർഷം കയ്യിലുള്ളതെന്ന് തോന്നുന്നു മരക്കഷ്ണ ഇവിടെ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്നലെ ഈ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്നലെ ഇത്തിരി കിട്ടായിരുന്നു. ഇന്ന് നല്ല വെളിച്ചത്ത് എന്തായിരിക്കും പറഞ്ഞ പോലെ അത് എൻട്രി ചെയ്യാൻ തോന്നുക. എന്തായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലോക്ക് ചെയ്തിട്ടേ പണ്ടത്തെ വല്ല കേസായിരിക്കും അല്ലേ. ഇത് ഇങ്ങോട്ട് നീക്കിയിട്ട് ഇത് ബ്ലോക്ക് ചെയ്യും. അതെ അതെ, ഇതൊരു ഓപ്പൺ വേ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 മിനിറ്റ് കഴിയുമ്പോൾ ഓരോ ഇങ്ങനത്തെ സ്റ്റാച്യൂസ് കാണാം. ഇതൊക്കെ പണിത വർഷം ഇതിൻ്റെ ഭംഗിയും കാണണമെങ്കിൽ ഉണ്ടല്ലോ അടുത്ത് പോയി നമുക്ക് വായിച്ചു നോക്കട്ടെ, നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഇതേതരാ നോക്കിയേക്കാം, അലക്സാണ്ടർ ചക്രവർത്തി 1884 ഒരു 150 കൊല്ലം മുമ്പ്. വേറെ കേസൊന്നുമില്ല. അന്നൊക്കെ പണിത നിർമ്മിതിയുടെ ഔട്ടാണ്. നിങ്ങൾ മെറ്റലിൽ പണിത നിർമ്മിതിയുടെ ഔട്ടാണ്. ഇവിടെ സ്കോട്ട്ലൻഡിന്റെ കൊടി കാണുമ്പോൾ ഇവിടെ ഫ്രാൻസിന്റെ കൊടി, അവിടെ യൂറോപ്യൻ യൂണിയന്റെ കൊടിയിടാ. ഇവിടെ ഫുള്ള് മ്യൂസിയങ്ങളും ആർട്ട് മ്യൂസിയങ്ങളൊക്കെ കത്തീഡ്രൽ എടുക്കാം. കത്തീഡ്രൽ കയറി വെറുതെ ഒരു പള്ളി കയറിയിട്ടായിരിക്കും ഇന്ന് തുടങ്ങാണ് നമുക്ക്. സെന്റ് ഗിൽസ് കത്തീഡ്രൽ കേട്ടോ. കത്തീഡ്രൽ കാരണം 6 പൗണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 6 പൗണ്ടാ. ഏതാ ലോകം. ഈ കസാരയുടെ കളർ അവർ ചേഞ്ച് ചെയ്തിട്ട് നോക്കിയേ. സാധാരണ നമ്മൾ പള്ളികളിൽ കാണാനൊരു കളറല്ല കേട്ടോ കസാരയ്ക്ക്. നിർമ്മിച്ചെടുക്കുക കേട്ടോ. പഴയതിന് കേടുപാട് പറ്റിയിട്ട് അതിനെ പുതിയ കട്ട വെച്ചിട്ട് എന്തോ പുതിയൊരു ഇതായിട്ട് കട്ടകളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. ഈ കസാര ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പള്ളിയിലിരിക്കുന്ന കസാരയാണ് നിങ്ങൾ ഒരു വെറൈറ്റി ഇല്ലേ. ഉള്ളിൽ പണി നടന്നുകൊണ്ടിരിക്കട്ടോ. ഈ കത്തീഡ്രലുണ്ടല്ലോ നോക്കിയേ, 1639 യൂറോപ്പിലൊക്കെ വരുമ്പോഴില്ലേ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന അത്ഭുതം കേട്ടോ. ഒരു 500 വർഷം മുമ്പൊക്കെ ഇത് പണിത് വയ്ക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ ഔട്ട് ഏതാണ്. ഇത് മ്യൂസിക്കിനാന്ന് തോന്നുന്നു അവിടെ. സോറി, ഇത് മ്യൂസിക്കിന് പണിത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ ഭയങ്കര സിസ്റ്റമാറ്റിക്. ഇത് പുതിയ കൺസ്ട്രക്ഷൻ ആയിരിക്കും. ഇവിടെ നോക്കി നിങ്ങൾ ഈ ലൈറ്റിനെ ആ ഗ്ലാസ് വർക്കിൽ എടുത്തിരിക്കണണ്ട. സൺലൈറ്റിനെ നാച്ചുറൽ ലൈറ്റിനെ ആ ഗ്ലാസ് ഉള്ളിൽ കൂടെ എടുത്ത് എല്ലായിടത്തും ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ എന്തൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇവിടുത്തെ കല്ലിൻ്റെ കളർ തന്നെ വ്യത്യാസം ഉണ്ട്. നമ്മൾ സാധാരണ ഒരു ഗോൾഡൻ കളറിലേക്കല്ലേ പോകാറ്. ഇതൊരു വൈറ്റ് അടങ്ങിയ ബ്രൗൺ അടങ്ങിയിട്ടുള്ള ഒരു കളറായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു വെറൈറ്റി കാഴ്ച. ഇവിടെ വരുന്ന ആൾക്കാർ 6 പൗണ്ട് ഡൊണേറ്റ് ചെയ്യണമെന്നാണ് പറയണത്. 6 പൗണ്ട് വേണമെങ്കിൽ കിട്ടാൻ മതിയെന്നുള്ളൂ. എന്തുട്ട സാധനം. And hope to be for 900 more. 1124 പണിത കത്തീഡ്രൽ ഞാൻ കണ്ട ഏറ്റവും പഴക്കമേറിയ കത്തീഡ്രലടാ. ഈ ആഴ്ച കഴിഞ്ഞ മാസം ഉണ്ടാക്കിയ മാതിരി നമ്മളെ നാട്ടിൽ ഇപ്പം ഉണ്ടാക്കാൻ പറ്റും. ഈ ഫ്രഷ്നസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നാട് മാത്രമല്ല, മൊത്തത്തിൽ ഇവരെ കൺസ്ട്രക്ഷൻ്റെ വേറെ റേഞ്ചാണ് വേറെ ചേട്ടാ. ഇതിൻ്റെ കളർ കോഡ് ഉപയോഗിച്ചിരിക്കുന്നത് വേറൊരു ഹെവി കളർ കോഡ് കൊടുത്തിരിക്കണടാ. ഇടാവണോ? പക്ഷെ ഇത് ചെറുപ്പക്കാരനാണല്ലോ. ഈ സാധനം അധികം നാളായിട്ടില്ലേ പോലെ ആയിരിക്കും. പക്ഷെ ഈ കസാര ഞാൻ ഇപ്പോഴും പറഞ്ഞു, കസാരയ്ക്ക് ഒരു പ്രത്യേക ഒരു കളർ. ഈ കളറാണ് ശരിക്കും ചുമരിന് അവർ കൊടുത്തിരിക്കണട്ടാ. അത് കറക്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാട്ടാ. കയറിമേണ ഇരിക്കണ സെറ്റ് കൊടുത്തിരിക്കണ. അതെ, ഇജെന്ത് ഈ പറയണേ. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കണ്ട് അങ്ങോട്ട് നടക്കാട്ടാ. എക്സിറ്റ് അതിലേക്കാ. സ്കോട്ട്ലാൻഡിൽ നിർമ്മിതികൾ കണ്ടിട്ടുണ്ടല്ലോ.
പഠിക്കുക. നിങ്ങൾക്ക് ചരിത്രം പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരാട്ടോ. ആർക്കിടെക്ചറിൽ ചരിത്രങ്ങളിൽ പഠിക്കണം. ഇവിടെ പോരട്ടോ. 6 പൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അത് മസ്റ്റ് അല്ല, മസ്റ്റ് ട്രൈ അല്ല എന്ന് പറയില്ല, അതേപോലെ കേട്ടോ. ഗ്ലാസ് മൊത്തം വർക്കുകൾക്ക് അബ്ബാറ് കേട്ടോ. അതെ, നമ്മൾ ഇറ്റലിയിൽ പോയപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫീൽ കിട്ടും. ഇറ്റലിയിൽ നമുക്ക് റോമിലൊക്കെ പോയപ്പോൾ അതേപോലെ നിർമ്മിതികളുണ്ട്, അന്തം വിട്ട് നിന്നിട്ടുണ്ട് നമ്മൾ. ഇവിടെ നടക്കുമ്പോഴേ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഫോക്ക് മ്യൂസിക് നമുക്ക് എപ്പോഴും ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ അടിക്കുക. എവിടെയെങ്കിലുമൊക്കെ ആ ഫോക്ക് മ്യൂസിക് ആൾക്കാർ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. സ്കോട്ട്ലാൻഡ് വരുമ്പോൾ മാത്രം കാണുന്ന ഒരു വേറൊരു അനുഭവമാണ്. ആ ഇവിടെ അപ്പോഴേക്കും ചേട്ടൻ അലക്ക് തുടങ്ങി. മ്യൂസിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ ലോകത്തിനെടുത്ത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. വിസ്കിയുടെ പരസ്യം നോക്കിക്ക. ഒരു ദിവസം ഇജ്ജ് നമ്മുടെ കൂടെ നടന്നപ്പോൾ എന്താണ് തോന്നിയത്? ട്രാവൽസിലൂടെ ഇത്ര നാള് എന്നെ ചീത്ത പറഞ്ഞ് എന്നെ ശകാരിച്ച് എന്നെ നിന്ന ആള് ഒരു ദിവസം ഒരുമിച്ച് യാത്ര ഇന്നലെ ഈ രണ്ടരം വിട്ടപ്പോൾ എന്റെ ചിരിയും കളിയും തന്നെ മതി ഹരാം. ഫോക്ക് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കുന്നുണ്ട്. എല്ലായിടത്തും ക്ലിയറൻസ് എഴുതിക്കട്ടാ. ക്ലിയറൻസ് തന്നെ പേരിട്ടിക്കണേ, ക്ലിയറൻസ് സ്റ്റോറിന് പേരിട്ടിക്കണേ. നോക്കി നിങ്ങൾ സ്കോട്ട്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പരിപാടി കാണാറില്ലേ, നമ്മളിതാ നേരിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ആ പരിപാടി എത്തിക്കാട്ടാ. ഇവിടുത്തെ ഒട്ടുമിക്ക ഹോട്ടലുകൾ കണ്ടോ, റാഡിസൺ ബ്ലൂവിൻ്റെ ഹോട്ടൽ കണ്ടോ. ആ ഹെറിറ്റേജ് ലൈനിൽ തന്നെ ഒരു ഇൻ ഓൺ ദി മൈൽ എന്ന് വേറൊരു ഹോട്ടലുണ്ടോ. ഹോട്ടലുകളൊക്കെ താമസിക്കും. ഇവിടുത്തെ എല്ലാ ഹോട്ടലും ഒരു 90% ഹോട്ടലും ഇങ്ങനെ ആയിരിക്കും കേട്ടോ. മുഖം കാണാതൊക്കെ ഉണ്ടല്ലോ. ഒട്ടുമിക്ക ചൈനീസ് മോഹങ്ങളാ, ടൂറിസ്റ്റേഴ്സിൻ്റെ മോഹങ്ങളെ ചൈനീസ് മോഹങ്ങളാ. എന്ത് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ലണ്ടൻ ടാക്സികൾ ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കണടാ. ലണ്ടൻ ടാക്സികൾ നമ്മൾ ഇതിൽ പറയാൻ പറ്റുന്നത് ഏജിൻ്റെന്നുണ്ട്. അങ്ങനെ ഉണ്ടാ ലണ്ടൻ ടാക്സി കമ്പനി. ആ ബേക്കറി കളറാണ് നിങ്ങൾ അല്ലേ? ഒരു രസമായിട്ടുള്ള കളർ, വെറൈറ്റി കളറായിട്ട്. 2025 കളർ ഇതല്ല, അത് വേറെ കളറാണ്, കോഫി കളറാണ്. ഇവിടെ ഇങ്ങനത്തെ കുറേ സ്ട്രീറ്റുകൾ നമുക്ക് ഇങ്ങനെ ഇറങ്ങി പോകും. പക്ഷെ നമുക്ക് പോകുന്ന റൂട്ട് അങ്ങോട്ട് കാണിക്കണം കേട്ടോ അല്ലേ? ഓരോ ഇതിന് ഓരോ കളർ കൊടുത്തിട്ടുണ്ടല്ലോ. ആ സ്ട്രീറ്റിന് തന്നെ ഉണ്ടല്ലോ വേറെ മൂഡിലേക്ക് കൊണ്ടിരിക്കുക. വി ലവ് സ്കോട്ട്ലാൻഡ്. ഇവിടെ ഫുള്ള് നമ്മൾ നേരത്തെ ആ PP വായിക്കുന്ന ചേട്ടൻ്റെ കോസ്റ്റ്യൂം നമ്മൾ കണ്ടോ. അതുകൊണ്ടാ 120 പൗണ്ടാട്ടാ കോസ്റ്റ്യൂമിന്. ഇതണ്ട ആ പാട്ടുകാരൻ്റെ സ്റ്റൈലാ. 120 പൗണ്ട് കൊടുക്കട്ടാ സ്റ്റൈൽ കിടക്കണേ. ഈ കളറാണ് ശരിക്കും സ്കോട്ടിഷ് കളർ. ഈ ചെക്ക് നമ്മുടെ കല്യാൺ സിൽക്സിലൊക്കെ പോയിട്ട് നമുക്ക് സ്കോട്ടിഷ് എന്ന് പറഞ്ഞ ഈ സാധനം കൊണ്ട് ഇവരുടെ മെയിൻ സാധനമാണ്. നമ്മുടെ നാട്ടിലെ ചേച്ചിമാര് പാവാട വെച്ച് നടക്കാൻ പണ്ടത്തെ ചേച്ചിമാരില്ല. അല്ല ഇന്നിട്ട് അവിടെ ആണുങ്ങളും അല്ല. നമ്മൾ ഈ സായിപ്പന്മാര് എന്ന് പറയുന്നതിന്റെ മെയിൻ സായിപ്പന്മാര് ഇവരാണ്. ലണ്ടനിലുള്ളവരല്ല, സ്കോട്ട്ലാൻഡുകാരാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും ടോപ്പ്. അവരുടെ കൾച്ചർ അവർ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യണോ. അതൊരു വേറെ സംഭവം തന്നെ. നമുക്ക് കാണുമ്പോൾ തന്നെ അതൊരു നുമാടുകൾ കൂടുതലുള്ളത് ഇവരാണ്. ഒരു വണ്ടി എടുത്തിട്ട് ഫാമിലിനെ ഇട്ടിട്ട് ഒരു പോക്കാണ്. എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങി എക്സ്പീരിയൻസ് അവർക്ക്. കുറച്ച് റൂഡ് ആൾക്കാരുണ്ട്. ഇവര് സോഫ്റ്റ് ആന്ന് ഇന്റർനെറ്റിലൊക്കെ കാണിക്കുന്ന ഒത്തിരി സോഫ്റ്റ് ആന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ടൂറിസ്റ്റേഴ്സിന്റെ ഉള്ളിൽ മാത്രം ഉള്ളിൽ കയറി ഞാൻ പിടി കിട്ടൂട്ടോ. ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ അവരെ വളരെ കെയർ ചെയ്തിട്ട് സംസാരിക്കുന്നു. സ്കോട്ടിഷ് ആൾക്കാരല്ലേ? നമ്മൾ ഇന്നലെ വന്ന സ്ഥലത്തെത്തി. നമ്മളിവിടെ ഇന്നലെ ട്രെയിൻ ഇറങ്ങിയ സ്ഥലത്തെത്തി. ഇവിടെയാണ് എപ്പോഴത്തെ പോയാലും ഈ സാധനം കാണിച്ചാ. അതായത് എഡിൻബർഗിന്റെ മെയിൻ ഹാർട്ടാണ് ഇട്ടത്. ഇവിടെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ട്രെയിനും എന്ത് വേണമെങ്കിലും നമുക്ക് ട്രെയിനിൽ ലോക്കൽ ട്രാമിൽ അടിച്ചാലോ. കാരണം സിറ്റി ടൂർ ട്രാം അടിച്ചാലോ. അപ്പോൾ നമ്മൾ 2 പേർക്ക് റിട്ടേൺ ടിക്കറ്റ് 350 കേട്ടോ. ഏകദേശം 350 രൂപ ഒരാൾക്ക് റിട്ടേൺ ടിക്കറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂ ഹെവൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാണ് ട്രെയിൻ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. ട്രാമാണ് വന്നിരിക്കുന്നത്. അമ്മേ ട്രാവൽസ് ചില കളറാണല്ലേക്കാ മഞ്ഞ. നമുക്ക് പോയി ഇരുന്നില്ലെങ്കിലും നമുക്ക് ഇവിടെ നിന്നാൽ മതിയില്ലേ കാഴ്ചകൾ കാണാൻ കാരണം അല്ലേ?
തിരക്കുണ്ട് കേട്ടോ, കാഴ്ചകളും ചർച്ചകളുമായി അത്യാവശ്യം തിരക്കുണ്ട് സ്ഥലത്ത്, ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു ഹാർബറിലേക്ക് വന്നിട്ട് സ്പിരിറ്റ് ഓഫ് കപ്പലൊക്കെ വന്ന് എടുക്കുന്നുണ്ട്. ഇവിടെ വേറെ താസ്മ. താസ്മ ഇതൊരു ഹോട്ടലാണെന്നുണ്ട്, റെസ്റ്റോറൻറ്റ് ഹോട്ടൽ, പഴയൊരു ഷിപ്പിനെ റെസ്റ്റോറൻ്റ് ആക്കിയിരിക്കുകയാണ് ഈ കാണുന്നത്. അത് കലകി നമ്മളെന്തായാലും ഇങ്ങോട്ട് വന്നത് നന്നായിട്ടോ അല്ലേ. അത് ആ ഒരു ടച്ച് ചെയ്യുന്ന ആ ഓൾഡ് ടച്ച് ചെയ്യുന്ന ഒരു കോസ്റ്റൽ ടച്ചിലേക്ക് വന്ന കാര്യങ്ങൾ. ഇന്നത്തെ മേഘൊക്കെ നിൽക്കണ നിൽപ്പണ്ട രസമായിട്ട് അന്നത്തെ എന്തായാലും മൂടി കിട്ടിയ കാലാവസ്ഥയിൽ നിന്ന് സമാധാനം നമ്മുടെ കൂടെ. മുഹമ്മദ് ഇക്ബാൽ ആലോചിക്കാൻ പറ്റുമോ? അടിപൊളി. ഈ ഒരു സൈഡിലേക്ക് വന്നപ്പോ മൊത്തം ചേഞ്ച് ആയിട്ടോ. അവിടുത്തെ കൺസ്ട്രക്ഷൻ ഒന്നല്ല, ഇവിടെ ഇപ്പൊ ന്യൂ ജെൻ ബിൽഡിങ്ങളൊക്കെ ഇവിടെ പണിതുകൊണ്ടിരിക്കണ, ഫുള്ള് ബിൽഡിങ്ങൾ പണിതുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മുടെ കണ്ണത്തി രുചിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ പോലെ കേട്ടോ. അവിടെ ഒരു പഴയ ബിൽഡിംഗ് പൊളിച്ചിട്ട് നോക്കിയേക്കാ, നോക്കിയാ ഫുള്ള് പൊളിച്ചിട്ട് ഇരുമ്പും കല്ലും ഒക്കെ വേറെ വേറെ ഇട്ടിരിക്കണോ. എന്നാണ് പുതിയ ബിൽഡിംഗ് കയറ്റാനായിരിക്കും വലിയ പഴക്കമുള്ള ഉണ്ടാക്കിയിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയ പോലെ അല്ലേ, സ്കോട്ട്ലാൻഡിലേക്ക് വന്നപ്പോ ഗാസയിലേക്ക് പോയ പോലെ. ഇവിടെ എന്തൊരു സൂപ്പർ അച്ഛനമ്മയ്ക്ക് ഉണ്ടല്ലോ, ഇതൊരു മാൾമൂടാണല്ലോ. ഇറങ്ങണം നമുക്കിവിടെ, നമുക്കൊന്ന് ഇറങ്ങി നടന്നല്ല പ്യൂർ ജിം. അങ്ങനെ നമ്മളൊരു സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കുക. നമുക്കൊരു മണ്ടത്തരം പറ്റി. നമ്മള് ടിക്കറ്റ് എടുത്തത് തൊട്ട് 3 സ്റ്റോപ്പ് അപ്പുറത്തുള്ള സ്ഥലത്തേക്കാണ് ടിക്കറ്റ് എടുത്തത്. എൻ്റെ ഒരു സ്വന്തം ആൾ അവിടെ കുതിരപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. എന്നാ കുതിരനെ കാണാൻ സ്വന്തം കുടുംബക്കാരനാണ്. നമ്മളെ 10 തലമുറ മുമ്പുള്ള ആളാണിത്. സാധനം ഉണ്ടാക്കി കുതിരപ്പുറത്ത് ചളി കയറ്റി വെച്ചാട്ടോ. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ 112 പാർക്കുകളാൽ ചുറ്റപ്പെട്ട എഡിൻബർഗ് സിറ്റി UK തന്നെ ഏറ്റവും വലിയ ഗ്രീനിഷ് സിറ്റിയാണ് ശരിക്കും എഡിൻബർഗ് കേട്ടോ. നമ്മൾ ബോട്സ്വാനയിൽ മനുഷ്യരെക്കാളും കൂടുതൽ ആനകളെന്ന് പറഞ്ഞ പോലെ മനുഷ്യരെക്കാളും കൂടുതൽ ഇവിടെ ചെടികളുണ്ട് കേട്ടോ ഈ സിറ്റിയിനകത്ത്. ഓരോ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഒരു കാസിൽ പണിതിരിക്കണം കേട്ടോ. നോക്കിയാൽ ഇത് നമ്മൾ ഇന്നലെ കണ്ട കാസിലിൻ്റെ ഇപ്പുറത്തെ സൈഡ് കേട്ടോ. നമ്മൾ റെയിൽവേ അല്ലെങ്കിൽ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കാണാൻ പറ്റൂടാ. അതിൽ കെട്ടി നിർത്തിയുണ്ടോ. അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ ഒരു 1000 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ മൈൻഡ് സെറ്റ് അല്ലേ ചോദിക്കല്ലേ. കാസിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കട്ടാ. ഒരു പ്രത്യേക ഭംഗിയുണ്ട് എൻ്റെ ഒരു നിപ്പ് നിൽക്കണം പോലെ. അപ്പോഴേക്കും പുതിയ രൂപം എത്തിയിട്ടാ. നോക്കിയാ കരടിനെ പിടിച്ച് നിൽക്കട്ടെ കിട്ടി. ഒരാളുടെ പേര് പോളണ്ട്. നിങ്ങളിപ്പോൾ ഫ്രെയിമിൽ കാണുന്ന കളർ പച്ചര കളർ എടുത്ത് വരണുണ്ട് ലൈറ്റ് അടിക്കുമ്പോൾ. സൂര്യൻ്റെ തെളിച്ചത്തിൽ തന്നെ എന്തൊരു മാജിക്കുള്ള പോലെയാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ. ഇവിടെ വരുമ്പോൾ അതെ നമ്മൾ ഇറ്റലിയിൽ പോകുമ്പോൾ കാണുന്ന പോലെ കുറേ നിർമ്മിതികളുണ്ട് കേട്ടോ. ഡ്രസ്സ് ഇല്ലാണ്ടും ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഈ ഫോൺ വർക്കിംഗ് ആണെന്ന് അറിയില്ല കേട്ടോ. കാസിൻ്റെ ഹൈറ്റ് ആണെങ്കിൽ ശരിക്കും ഈ അടിവാരത്ത് തന്നെ കാണാനേക്കാ ഒരു പ്രത്യേക ഒരു ഭംഗി. ഓ ഇത് ഭീകര ഹൈറ്റ്. ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര ഹൈറ്റാടാ. നമുക്ക് കുറച്ച് കഴിയുമ്പോഴേ എല്ലാ ബിൽഡിങ്ങും ഒരേപോലെ ആദ്യം കാണുമ്പോൾ ഓരോന്ന് പറഞ്ഞിട്ട് തോന്നും. പക്ഷെ അത് സംഭവം എല്ലാ ബിൽഡിങ്ങും ഒരുപോലെ കുറച്ച് കഴിഞ്ഞ് നോക്കും. പക്ഷെ ഒരു വെറൈറ്റി കാഴ്ച. ഇങ്ങനത്തെ ഒരു പട്ടണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റി ഞാൻ കണ്ടിട്ടില്ലടാ. പാരമ്പര്യം ആദ്യത്തെന്നൊക്കെ പറയുന്നത് പറച്ചിലല്ലത്, ഇത് കാഴ്ചയാണ്. മുഹമ്മദ് ഇക്ബാൽ ഖതം ഹോ ഗയാ. അങ്ങനെ നമ്മൾ നടന്ന് പോണ സമയത്തുണ്ടല്ലോ നമ്മുടെ സബ്സ്ക്രൈബർ കണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ നമസ്കാരം. പേര് അരുൺ. നാട്ടില് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത്. ഇന്ന് ഇവിടെ നിന്നിട്ട് പരിപാടി? ഞാൻ ബ്രൈറ്റണിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചുമ്മാ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പഠിക്കാൻ. അപ്പോൾ നൈസ് മീറ്റിംഗ് യു. നിങ്ങളെ പോലത്തെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. മുഹമ്മദ് ഇക്ബാൽ താങ്ക്സ് ഡാ. കാണാം. സിമിത്തേരിയാണോ ഒക്കെ? മരിച്ചു കഴിഞ്ഞാട്ടത്. ഈ കാസിലിൻ്റെ താഴെ കാസിലിന് ചുറ്റും നമ്മൾ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും സത്യം പറഞ്ഞാൽ അല്ലേ. ഈ കാസിലിൻ്റെ ശരിക്കുള്ള ഭംഗി ഇവിടെ നിന്ന് കാണണം കേട്ടോ. നോക്കിയേക്കാ അടിപൊളിയല്ലേ. അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണം നമുക്ക്. ഈ ടൗണിൽ വരുന്ന ആൾക്കാർക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് നമുക്ക് കാണണം. നോക്കിയാൽ എത്ര വണ്ടികളിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-4 നിലയായിട്ട് 4-5 നിലയായിട്ട് അടിഭാഗത്തേക്കാണ് ഒരു ഫ്ലോർ കേട്ടോ. 5 നിലയായിട്ടുള്ള ഒരു പാർക്കിംഗ് സൗകര്യം നമ്മൾ കാണുന്നത്. നേരെ മേലെ നമ്മുടെ കാസിലിടാ.
അങ്ങനെ നമ്മള് നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോകാനായിട്ട് മുമ്പില്ലേ നമ്മള് സ്കോട്ട്ലൻഡിൽ വന്നു കഴിഞ്ഞാണ്ടല്ലോ കയറാതിരിക്കാൻ പറ്റാത്തൊരു സാധനം ഉണ്ട്. വിസ്കി ഷോപ്പിൽ കയറാണ്ട് എന്തൊരു സ്കോട്ട്ലൻഡ്. നമ്മൾ ഇവിടുത്തെ വിസ്കികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോട്ടാ. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം. ഓരോ വെറൈറ്റി കുപ്പി. ഇത് സ്പ്രേ ആണ് സംഭവം. സ്പ്രേ ഇരിക്കണ പോലെ ഇല്ലേ ശരിക്കും? ഇത് കാണുമ്പോ നമ്മുടെ ലാലേട്ടനെ ഓർമ്മ കേട്ടോ. അതിന്റെ ആ ഒരു റോയൽനെസ് നമുക്ക് കാണുമ്പോ തന്നെ അറിയാട്ടോ. നോക്കിയേ അതിന്റെ ഒരു റിയൽ, അതിന്റെ ഒരു സ്കോട്ട്ലൻഡിന്റെ ഒരു പവർ കണ്ടോ നിങ്ങള്? നമ്മുടെ ഓൾഡ് മങ്ങിന്റെ പോലത്തെ ഷേപ്പിലിടാ. അതൊരു മരത്തിന്റെ പാക്കിങ്ങും. ഇത് വാങ്ങുമ്പോ കിട്ടുന്ന നല്ല വില ഉണ്ടാവും. 13 രൂപ വാങ്ങുമ്പോഴല്ല, അത് വാങ്ങുമ്പോ അത് കിട്ടും. ഇവിടുത്തെ ബാരലിലൊക്കെ ഓരോ തരം വെറൈറ്റി എന്താ പറയാ, ഇവിടെ ടേസ്റ്റിംഗ് ഇല്ല എന്നാ പറഞ്ഞേട്ടാ. വെറൈറ്റി വിസ്കികളൊക്കെ സ്കോട്ട്ലൻഡില് ശരിക്കും ഡിസ്റ്റിലറീസ് ഏറ്റവും കൂടുതൽ UK സ്കോട്ട്ലൻഡിലും അയർലൻഡിലൊക്കെ ഡിസ്റ്റിലറീസ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ സ്കോട്ട്ലൻഡ് എന്നും വേൾഡ് വൈഡാണ് ഇവിടുത്തെ ടേസ്റ്റ്. അതെ, ഡെൽമോർ നമ്മുടെ റിജോന്റെ ഷോർട്ട് ഫിലിം ഓർമ്മ. ഞാൻ ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിമില് പാപ്പാഞ്ഞി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് ഫിലിമില് ഇങ്ങനത്തെ ഒരു കുപ്പിയായിരുന്നു കേട്ടോ. നമ്മള് സ്പ്രേ മേടിക്കുന്ന ക്വാളിറ്റി അല്ലേ, സ്പ്രേ മേടിക്കുന്ന ലൈറ്റ് ഒക്കെ കൊടുത്ത് 43%. ഓരോ വെറൈറ്റി കളറിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസും അതിന്റെ ടേസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വൈൻ ടേസ്റ്റിംഗ് ഇപ്പം ഇല്ല എന്നാണ് പറഞ്ഞേട്ടാ. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ലൈറ്റും സംഭവങ്ങളൊക്കെ കേട്ടോ. ഭയങ്കര വില കേട്ടോ. 45 രൂപ 55 രൂപയ്ക്കാണ് റേറ്റ് കാണിക്കുന്നത്. എന്നാലും വിസ്കി ഷോപ്പിൽ കയറിയില്ല എന്നുള്ളൊരു മനസ്സിനൊരു സാധനമാണ്. എങ്ങനെയും ഒന്ന് വിസ്കി ഷോപ്പിൽ കയറണം. മൂട് പോയപ്പോ മൂട് പോയാ വിസ്കി ഷോപ്പിൽ കയറിയപ്പോ കയറാം. നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോണ വഴിയാണ് കാണാട്ടാ. നല്ല ലൈറ്റിംഗ് ആണ്, രക്ഷയില്ലാത്ത ലൈറ്റിംഗ്, വിഷ്വൽ ബ്യൂട്ടി ഉണ്ടോ. ഇപ്പൊ നോക്കുമ്പോ വലിയ വിഷ്വൽ കാണില്ല കേട്ടോ. ഇത്തിരി കൂതറ അവിടെ. നമുക്ക് റൈറ്റിലേക്ക് പോണക്കാ. ഇവിടെ നിന്ന് അടിപൊളി കാഴ്ചേട്ടാ. ലൈറ്റ് വരുമ്പോ ടോട്ടലി വിഷ്വല് മാറി നിൽക്കട്ടാ. ആ ബ്ലൂ സ്കൈ വരുമ്പോഴേ ഏതയും അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ കാസലിന് മുമ്പിലെത്തി, നമ്മുടെ ഹോസ്റ്റലിന് മുമ്പിലെത്തിട്ടാ. വെച്ചിട്ട് കണ്ണ് കണ്ടുകൂടാ, വെച്ചിട്ട് കണ്ണ് കണ്ടുകൂടാന്ന് പറയാം. എന്തെങ്കിലും ഉണ്ടാക്കണം, രണ്ടു പറ്റില്ല. ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആംബിയൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുത്തെ കിട്ടില്ല. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേണ്ട ഏതാ സാധനം. ഇതിലുള്ള നമ്മൾ താമസിക്കുന്നത്. എത്ര കോടി രൂപ കൊടുത്താലും കിട്ടും. അത് അതിനുള്ളിലൂടെ കാണാൻ പറ്റില്ല നമുക്ക്. കാശിൽ കയറില്ല നമുക്ക്. ഹോസ്റ്റലിൽ ഓരോ സമയം കാണുമ്പോൾ ഓരോ ഭംഗിയെന്ന് പറയാം ഹോസ്റ്റലിൽ. ഇതൊക്കെ ഏതാ റൂട്ട്? വേറെ റൂട്ടുകളാട്ടോ അതൊക്കെ. ഇതിൽ തിയേറ്ററുകളുണ്ട് ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ. വർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. ഉള്ള ആൾക്കാർ വർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇത് നിൽക്കുമ്പോൾ മ്യൂസിക് പെറ്റണത് മ്യൂസിക്കാ. ആ മ്യൂസിക് റൂം. ഒന്നേ ആരെങ്കിലും മ്യൂസിക്കിൽ ഓ വേറെ മൂഡ് ആലോചിക്കാൻ പറ്റും. ഇങ്ങനത്തെ ഹോസ്റ്റലില് നിൽക്കുമ്പോ ഉള്ള വ്യത്യാസങ്ങൾ നമ്മൾ കാണണ്ട. നോക്കിയാ ആംബിയൻസ് ഉണ്ട് അതിന്റെ. രാത്രി ഇവിടെ ലൈറ്റിങ് വേറെ ആയിരിക്കുമല്ലോ കണ്ടിട്ടില്ലേ കാണുമ്പോ. അതിടയ്ക്ക് നമ്മളെ ബുദ്ധി കണ്ടിട്ട് അവിടെ ആലോചിക്കാൻ പറ്റും. കൊട്ടാരത്തിന്റെ ഉള്ളിൽ നടന്നു പോണ പോലെ അല്ലേ ആംബിയൻസ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ റൂം ഇന്നത്തേക്ക് മാറി. നമ്മൾ ഇന്നലെ ഒരു ദിവസം നിൽക്കാനാണ് അവിടെ വിചാരിച്ചത്. പക്ഷെ നമ്മൾ 2 ദിവസം ഇവിടെ നിൽക്കാട്ടാ. നമ്മുടെ റൂം 20 ലോണ്ടറി റൂമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ 25 തുറക്കാം. നമ്മുടെ അധികം ആൾക്കാർ വന്നിട്ടില്ല കേട്ടോ. നമ്മളൊന്ന് താമസിക്കുന്നത് ഈ 2 ബെഡിലാട്ടാ. അങ്ങനെ നമ്മള് വന്ന് ഫ്രഷായി ഒന്ന് ഉറങ്ങി ഏറ്റു വന്നപ്പോ പാർട്ടി തുടങ്ങി. എന്താ പറയാ, നമ്മുടെ ഹോസ്റ്റലിലത്തെ പാർട്ടി എന്ന് പറയുന്നത് വീക്കെൻഡ് പാർട്ടിയാണ്. മുഹമ്മദ് ഇക്ബാൽ നമ്മൾ കുക്കിംഗ് സെക്ഷനിലേക്ക് പോകുന്നത്. ഇവിടെ പാർട്ടി നടന്നുകൊണ്ടിരിക്കട്ടാ. ഹലോ, നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കണം. നമ്മുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അടുക്കള ഒഴിവില്ല. അടുക്കള നല്ല തിരക്കാൻ നോക്കണം. മുഹമ്മദ് ഇക്ബാൽ നമുക്ക്
സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ബണ്ണുണ്ട്, ചിക്കൻ ഉണ്ട്, ഇന്നലത്തെ ചീരയൊക്കെ ഇരിക്കുന്നുണ്ട്, ചീര മുട്ട ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ കുക്കിങ്ങിനായിട്ട് എന്താ കുറച്ച് നമുക്ക് ഓവണിൽ ചിക്കൻ ഇന്നലെ മേടിച്ച വിങ്സ് നമുക്ക് കയറ്റാം. നമ്മുടെ തട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പല ആൾക്കാരെ പല ഫുഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മളിന്ന് വെറൈറ്റി ചിക്കനായിട്ട് ഉണ്ടാക്കണം. ചിക്കൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പല കൺട്രീസിൽ നിന്ന് വന്നിട്ടുള്ള മസാലകൾ സ്പൈസസ് ഉപയോഗിക്കുന്നത് നമ്മൾ. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിലുള്ള പെപ്പർ പൗഡർ, പെപ്പർ ഉണ്ട് കേട്ടോ. ഇവിടെ പെപ്പർ ഉണ്ട്, മിക്സഡ് സ്പൈസി മസാല ഉണ്ട്, എല്ലാം ഇവിടെ സെറ്റാട്ടാ. ഗ്രൗണ്ട് കുമിൻ, മഞ്ഞളിപ്പൊടി ഉണ്ട്, എല്ലാം കൂടി കുറച്ച് ദിവസം മഞ്ഞപ്പൊടി ഉണ്ട്, എല്ലാം അങ്ങനെ കുറച്ച് ഇടാട്ടോ. മൂപ്പരാള് ഓരോ സാധനം എടുത്തുകൊണ്ടിരുന്നത് ഉണ്ടായിരിക്കും. ഇതൊക്കെ മൂപ്പര് കൊണ്ടുവച്ചാണ്, കണ്ടോര് കൊണ്ടുവച്ച സാധനം നമ്മൾ വന്ന ബാക്കിയുള്ള സാധനങ്ങൾ വെക്കൂ. അത് വേറെ കാര്യം. എന്നാലും ഒരു കണക്കില്ലേ മിക്സഡ് സ്പൈസ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ കൂടിയുടെ തീർക്കും. അപ്പോൾ നമ്മളത് മസാലയിലേക്ക് പതുക്കെ ചിക്കനെ മുക്കിയിട്ടുണ്ടാ. നമുക്ക് നമ്മുടെ സ്ഥിരം സാധനമായിട്ടുള്ള ചീര, കഴുകിയെടുത്ത ചീര, ആ ചീര നമ്മളിതിലേക്ക് കൊട്ടാൻ പോടാ. ചിക്കനിലേക്ക് ചീരയില്ലാണ്ട് നമുക്കൊരു സമാധാനം ഇല്ലെന്ന് പറയുന്നത്. കുറച്ച് ചീര പോയിട്ടുള്ളൂ, വേറെ കാര്യം. നമ്മൾ കുറച്ച് ചീര ഇട്ട് ഫില്ല് ചെയ്യണം. നമ്മുടെ ഇന്നത്തെ ഗ്രീനിഷ് ചീര അല്ലേക്കാ, നാച്ചുറൽ ചീര നമ്മളിതിനോട് ഫില്ല് ചെയ്തിട്ട് അതിനൊന്ന് അമർത്തി എടുക്കൊണ്ടാണ്. 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുന്നു. അതേ നമുക്ക് ഇളക്കാടാം. നമ്മുടെ ചിക്കൻ വിങ്സ് ഇങ്ങനെ സൈഡിൽ റെഡി ആയിട്ടാ. ഇങ്ങനത്തെ ഓവൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഓവൻ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കണം, ഒരു പ്രശ്നമില്ല. ഇവിടെ പല ആൾക്കാരും പല വെറൈറ്റി ഫുഡുകളൊക്കെ വെച്ചുണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മള് ഇവിടെ ഹെവി ലൈനില് ഓക്കെ അല്ലേ. നമ്മുടെ ചിക്കൻ ഫിനിഷായി ഒരു സൈഡില്. നമ്മുടെ ചീര ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. പിടിക്കല, നമുക്ക് ബ്രെഡ് പിടിക്കല. ഇത് എല്ലാവരോടും കഴിക്കാൻ വരാം. ഹെവിയാണ്. നമ്മൾ പറഞ്ഞ പോലെ ഓരോ രാജ്യങ്ങളിലെ ആൾക്കാർ ഓരോ തരം ഫുഡുകൾ നമുക്ക് ഈ പ്ലേറ്റിനെ പറ്റി ചിന്തിക്കാൻ പറ്റും. നോക്കിയാൽ ഇതിലൊരു മൊമോസ് ഉണ്ടാക്കാന്ന് ചോദിക്കുക. ഏത് രാജ്യം നമുക്ക് അറിയില്ലടാ. ഏതോ ആൾക്കാർ ഏതോ സ്ഥലങ്ങളിൽ ഈ പ്ലേറ്റ് അടക്കം കൊണ്ടുവന്ന് കുക്ക് ചെയ്യണടാ. ഏതാ ലെവല് നോക്കിയാ. കറക്റ്റ് അല്ലേ? വിച്ച് കൺട്രി ദിസ് വൺ? Sorry? Which country food this one? Which country? Yeah. I think it's Chinese food. Chinese, yeah. Perfect. Chinese food ഉണ്ടോ? ഫുഡ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കട്ടെ. ചീരും ചിക്കനും കൂടിയിട്ട് നല്ല മിക്സായി. നമുക്കിനി നമ്മുടെ ബ്രെഡും സംഭവം കണ്ടിട്ട് പതുക്കെ അടിക്കാട്ടാ. ചിക്കൻ ചാറ് പതുക്കെ ഇങ്ങനെ തിക്കായി കൊണ്ടിരിക്കുക. നമ്മൾ ഇന്നലെ വാങ്ങിയ ബണ്ണും ബർഗറിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ പോരല്ലേ നമ്മുടെ ചീര ചിക്കൻ, ചിന്തിക്കാൻ പോലും പറ്റാത്ത ചീര ചിക്കൻ നമ്മൾ സെർവ് ചെയ്യാനുണ്ടാക്കാം. ചീര ചിക്കൻ അതിന്റെ പേര്. ചീര ചിക്കൻ നമ്മളൊരു ഹെൽത്തി ചിക്കൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടാ. എടുത്തിട്ട് നമ്മൾ പതുക്കെ ഇട്ടും എടുക്കണു. നമ്മളിങ്ങനെ പതുക്കെ 50,000 രൂപയ്ക്ക് ലണ്ടൻ കണ്ട ആള് നമ്മള് ട്രാവൽസ് ഫാമിലിയോട് കൂടി ഇപ്പോൾ ഫുഡ് അടി തുടങ്ങി ഇല്ലേക്കാ. എങ്ങനെയുണ്ട് ഫുഡ്? കൂടുതൽ കഴിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ടെന്ന് പറയും. അടിപൊളി ടേസ്റ്റ് ഇല്ല. റിവ്യൂ പറയും. നമ്മൾ പറഞ്ഞ റിവ്യൂ ചെയ്യുമ്പോൾ ഇക്ക പറഞ്ഞ റിവ്യൂ ചെയ്യുമ്പോൾ ചീര ചിക്കന് ഒരു കേരളക്കാരന് ഏറ്റവും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. കാരണം എന്താ പറയുക, നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതാണ് മസാല ഒരു ലെവലിലെ ഉപയോഗിക്കാൻ പാടില്ല. ഒരു ഘടകാകാരം പാടില്ല. പക്ഷെ നമ്മൾ പച്ചക്കറി കഴിച്ചുകൊണ്ടിരിക്കണോ. നമ്മളിങ്ങനെ പതുക്കെ നമ്മുടെ ബണ്ണ് ഇങ്ങനെ എടുത്തു പതുക്കെ ഇങ്ങനെ കോരിയെടുത്ത്